கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, புண்ணான நெஞ்சை பொன்னான கையால் பூ போல நீவவா. ഹായ് ഓൾ, എൻ്റെ പേര് ആതിര എന്നാണ്. സിൻസ് 2017 ഞങ്ങൾക്ക് സരസ്വതി ഹോസ്പിറ്റലായിട്ടൊരു ബോണ്ട് ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എൻ്റെ ഒരു ലേബർ എക്സ്പീരിയൻസ് ആണ്. ഇതെൻ്റെ സെക്കൻഡ് ലേബർ എക്സ്പീരിയൻസ് ആണ്. 2019 ഞാൻ എൻ്റെ മോനെ പ്രസവിക്കുന്നത്. സോ ആ വർഷം മുതൽ ഞങ്ങൾ നല്ല രീതിയിൽ കണക്റ്റഡ് ആണ് ഈ ഹോസ്പിറ്റലുമായിട്ട്. പീഡിയാട്രിക്കിൻ്റെ ആണെങ്കിലും ഗൈനക്കാണെങ്കിലും നോർമൽ കാഷ്വാലിറ്റി വിങ്ങിലാണെങ്കിലും ഞങ്ങൾ ഫുൾ ഫാമിലി വരുന്നത് സരസ്വതിയിലാണ്. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്ന ഡ്രീം എന്തൊക്കെയായിരുന്നു? ഡ്രീം പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ എല്ലാ വിമൻസിന് ഒരു ഡ്രീം ആണല്ലോ. അൺഫോർച്ചുനേറ്റ്ലി അത് എല്ലാവർക്കും സാധ്യമാകാറില്ല. അപ്പൊ എനിക്ക് രണ്ടാമതൊരു ബേബി ഉണ്ടായതിൽ ഞാൻ വെരി ഹാപ്പി. രണ്ടാമത് കൺസീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ മോനൊരു സിബ്ലിംഗ് വേണം എന്നുള്ളത് അവൻ്റെയും കൂടെ ഒരു ഡ്രീം ആയിരുന്നു. ഞങ്ങൾ കൺസീവ് ആണെന്ന് അറിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് ഫസ്റ്റ് സ്കാൻ എടുത്ത് എല്ലാം ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയത്. ലേബറിനെ പറ്റിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു? ലേബർ ആക്ച്വലി എല്ലാ വിമൻസിനെയും പോലെ എനിക്കും ഭയങ്കര ഒരു ഫിയർഫുൾ തോട്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈ ഹോസ്പിറ്റലിൽ വളരെ നല്ലതായതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ ലേബർ ടൈമിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്? എനിക്ക് ആക്ച്വലി ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും നല്ല രീതിയിൽ വൊമിറ്റിംഗ് ആൻഡ് ഡീഹൈഡ്രേഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വരുമ്പോൾ മാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അതിന് വേണ്ട സപ്ലിമെന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു. ആദ്യം കുറച്ച് ഡൗൺ ആയിരുന്നു ഹെൽത്ത് ഒക്കെ. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ ഞാൻ നല്ല രീതിക്ക് ആക്റ്റീവ് ആൻഡ് ഹാപ്പി ആയിരുന്നു. ഡ്യൂറിങ് ഡെലിവറി കുറച്ചൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും മാം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ലേബർ എക്സ്പീരിയൻസ്? ലേബർ എക്സ്പീരിയൻസ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് ഇറ്റ് വാസ് പെയിൻഫുൾ. ബട്ട് ഓവറോൾ ഡോക്ടർ, നേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ത്രൂ ഔട്ട് ദ ഡേ 1 മുതൽ അവരെന്നെ നല്ല രീതിക്ക് അസിസ്റ്റ് ചെയ്തു. ഡ്യൂറിങ് ലേബർ ടൈം അറൗണ്ട് ഒരു 7 o'clock ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ലേബർ റൂമിലേക്ക് ഷിഫ്റ്റഡ് ആയി. 6:25 ബർത്ത് നടക്കുന്നത്. ഇത്രയും ഡ്യൂറിങ് ലോങ് അവേഴ്സിൽ ഡോക്ടറിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ രീതിക്കും ഹെൽപ്പ് ചെയ്തു. നല്ല രീതിക്കൊരു മൈൻഡ് സപ്പോർട്ട് തന്നു. ഓവറോൾ നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓവറോൾ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് നല്ലതാണ്. ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെയാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെങ്കിലും നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടും. ഇവിടുന്ന് വേറെ എങ്ങോട്ടേക്കും റെഫർ ചെയ്യില്ല, ഇവിടെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്കും ഇങ്ങോട്ട് വരാറുള്ളത്. എസ്പെഷ്യലി ലേബർ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ആ സമയത്ത് നമ്മൾ മെന്റലി ഭയങ്കര പാനിക് ആയിരിക്കും. ആ കിട്ടുന്ന സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ലേബർ എക്സ്പീരിയൻസ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആ ഒരു ഫിയർ ഓവർകം ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഡോക്ടറാണ്. ആക്ച്വലി എൻ്റെ ലാസ്റ്റ് സ്കാൻ വരെ എവറിത്തിങ് വാസ് നോർമൽ. ഡ്യൂറിങ് ദ ലേബർ ഡേ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബേബിയുടെ കോഡ് കുരുങ്ങിയിട്ടുണ്ടെന്ന് മാം പറഞ്ഞു. എനിക്ക് നല്ല ടെൻസ്ഡ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നില്ല, ഹീസ് വർക്കിംഗ് ഇൻ അബ്രോഡ്. അപ്പോൾ ഓവറോൾ ആ ടെൻഷനിൽ മാമാണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ബേബിനെ നമുക്ക് ഫുൾ ഹെൽത്തി ആയിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ ഡെലിവറി ചെയ്ത് പുറത്തെടുക്കാൻ പറ്റുമെന്ന് മാം ഹെൽപ്പ് ചെയ്തു. എല്ലാം മാം പറഞ്ഞ പോലെ തന്നെ 6:25 ബേബി പുറത്ത് വന്നപ്പോൾ ഹി വാസ് പെർഫെക്റ്റ്ലി ഫൈൻ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. സോ എനിക്ക് അത് താങ്ക്ഫുൾ മാം. ആദ്യത്തെ പ്രസവം ഇവിടെ ആയിരുന്നല്ലോ, ഏത് വർഷമായിരുന്നു? 2019. അപ്പൊ 19 കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് 2024. എങ്ങനെയാണ് ആ സമയത്തുള്ള ഈ സമയത്തുള്ള എന്തെങ്കിലും ഡിഫറൻസ് തോന്നിട്ടുണ്ടോ? ഒത്തിരി അപ്ഡേഷൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഐ വാസ് ദ ഏജ് ഓഫ് 21. അപ്പൊ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. മൈ ഫസ്റ്റ് എക്സ്പീരിയൻസും സെക്കൻഡ് എക്സ്പീരിയൻസും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളും കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് തോന്നിയതും കുറേയും കൂടെ ഈസി ആയിട്ട് തോന്നിയതും സെക്കൻഡ് ലേബർ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സ്? എല്ലാവരും നല്ലതാണ് ആക്ച്വലി. സ്പെഷ്യൽ താങ്ക്സ് ടു പ്രിയദർശിനി മാം ആൻഡ് ബിന്ദു മാം.